Good morning, students. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡിസൈൻ ഓഫ് ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത് ആണ്. സെക്കൻഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഹാഫാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഷിയർ റീഇൻഫോഴ്സ്മെൻറ്റ് എന്താണെന്നും അതിന് ഡിസൈൻ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു കണ്ടിരുന്നത് ബെൻഡ് ബാർ. നൗ വിൽ ബി മൂവിങ് ടു ദ സെക്ഷൻ ഡിസൈൻ ഓഫ് ബോണ്ട് ആൻഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. സോ ഫസ്റ്റ് ലെറ്റ്സ് സീ വാട്ട് ഈസ് ബോണ്ട്. നമുക്കറിയാം കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്മെൻറ്റ് അത് രണ്ടും ഒരുമിച്ച് ആക്ട് ചെയ്യുന്ന ഒരു കോമ്പോസിറ്റ് മെറ്റീരിയലാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇറ്റ്സ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ. റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഇസ് എ കോമ്പോസിറ്റ് മെറ്റീരിയൽ കൺസിസ്റ്റിംഗ് ഓഫ് എ റീഇൻഫോഴ്സ്മെൻറ്റ് സ്റ്റീൽ ആൻഡ് ദ സറൗണ്ടിങ് കോൺക്രീറ്റ്. ആൻഡ് വി നോ ദാറ്റ് there exists a strong bond or a strong adhesion force between those two. അതായത് ഈ സ്റ്റീലിൻ്റെയും കോൺക്രീറ്റിൻ്റെയും ഇടയിലുള്ളൊരു ബോണ്ട് കാരണമാണ് ഈ ലോഡ് എഫക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് അല്ലേ. റീഇൻഫോഴ്സിങ് ബാറിലോട്ട് വരുന്ന ലോഡ് അതിനെ സറൗണ്ട് ചെയ്തിരിക്കുന്നത് കോൺക്രീറ്റിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യുന്നതുകൊണ്ടാണ് ആ സ്ട്രക്ചർ അങ്ങനെ സേഫായിട്ട് നിലനിൽക്കുന്നത്. സോ ആ ഒരു ട്രാൻസ്ഫർ പോസിബിൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ആ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ടാണ്. സപ്പോസ് ആ ബോണ്ട് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് ഫിഗറിൽ കാണാം ഒരു കോർഗേറ്റഡ് ബാറും അതിനു ചുറ്റും കോൺക്രീറ്റും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റീഇൻഫോഴ്സിങ് സ്റ്റീലിലോട്ട് വരുന്ന ലോഡ് സറൗണ്ടിങ് കോൺക്രീറ്റിലോട്ട് എഫക്റ്റീവ്ലി ട്രാൻസ്ഫർ ആവുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അതും രണ്ട് മെറ്റീരിയലാണ്, ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് അങ്ങനെ എക്സിബിറ്റ് ചെയ്യുന്ന രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. എന്തുകൊണ്ട് അവിടെ ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്? അത് ആ ഒരു ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് സ്ട്രെയിൻ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്നത്? വി നോ ദാറ്റ് സ്ട്രെയിൻ ഇൻ കോൺക്രീറ്റ് ഇസ് ഇക്വൽ ടു സ്ട്രെയിൻ ഇൻ സ്റ്റീൽ അല്ലേ. ഒരു പർട്ടിക്കുലർ പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്, റീഇൻഫോഴ്സ്മെൻറ്റ് സർഫസിൽ ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന അതേ സ്ട്രെയിൻ ആയിരിക്കും ആരിലുണ്ടാവുക, കോൺക്രീറ്റിലുണ്ടാവുക അല്ലേ. അതെന്തുകൊണ്ടാണ്? അവിടെ ഇങ്ങനെ ഒരു ബോണ്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ്. സോ ദാറ്റ് അഡ്ഹഷൻ ബിറ്റ്വീൻ റീഇൻഫോഴ്സിങ് സ്റ്റീൽ ആൻഡ് ദ സറൗണ്ടിങ് കോൺക്രീറ്റ് ഈസ് കോൾഡ് ബോണ്ട്. ഇഫ് ബോണ്ട് ആബ്സെൻ്റ് ആയിരുന്നെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഈ റീഇൻഫോഴ്സിങ് ബാർ അവിടുന്ന് ഒന്നെങ്കിൽ പുറത്തോട്ട് പുഷായി പോവും, അല്ലെ ആ ഒരു സ്ലിപ്പിംഗ് അവിടെ നടക്കും. റീഇൻഫോഴ്സിങ് ബാർ കോൺക്രീറ്റിൽ നിന്നും രണ്ടായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും അല്ലേ. ദെൻ ഹൗ ദിസ് ബോണ്ട് ക്രിയേറ്റ്, എങ്ങനെയാണ് ബോണ്ട് ക്രിയേറ്റഡ് ആവുന്നത്? ഫസ്റ്റ് വൺ, കെമിക്കൽ അഡ്ഹഷൻ. അതായത് ഡ്യൂറിങ് ദ ടൈം ഓഫ് ഹൈഡ്രേഷൻ ഓഫ് കോൺക്രീറ്റ് ദർ ഒക്കെ പ്രൊഡക്ട്സ് അല്ലേ. ഒരു ഹൈഡ്രേഷൻ നടക്കുമ്പോൾ അവിടെ കുറേ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും. ആൻഡ് ദ ഗം ലൈക്ക് പ്രോപ്പർട്ടീസ് എക്സിബിറ്റഡ് ബൈ ദീസ് പ്രൊഡക്ട്സ് ഓഫ് ഹൈഡ്രേഷൻ വിൽ ഇമ്പാർട്ട് കെമിക്കൽ അഡ്ഹഷൻ. അതായത് ഹൈഡ്രേഷൻ്റെ സമയത്ത് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്ട്സിൻ്റെ ഒരു ഗം ലൈക്ക് പ്രോപ്പർട്ടി അവർ എക്സിബിറ്റ് ചെയ്യും. ആ ഒരു ഒരു ഗ്ലൂയിങ് എഫക്റ്റ് കാരണമാണ് അവിടെ ഒരു ബോണ്ട് ഉണ്ടാകാനുള്ള വൺ റീസൺ. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത് വി നോ ദാറ്റ് HYSD ബാർ അല്ലെങ്കിൽ ഡിഫോംഡ് ബാറിൻ്റെ മുകളിൽ റിബ്സ് അല്ലെങ്കിൽ ഒരു കോറുഗേഷൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ. ഒരു യൂഷ്വലി എന്താ പറയുക, റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൻ്റെ സർഫസിൽ നമുക്കൊരു എന്താ പറയുക റഫായിട്ടാണ് കാണാം അല്ലേ. ഒരു സർഫസ് റഫ്നെസ് അവിടെ എക്സിസ്റ്റ് ചെയ്യും ഇൻ ദ കേസ് ഓഫ് എനി റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ. ആൻഡ് ദിസ് സർഫസ് റഫ്നെസ് ഗീവ് ഗ്രിപ്പ് ബിറ്റ്വീൻ ദിസ് കോൺക്രീറ്റ് ആൻഡ് സ്റ്റീൽ. സ്റ്റീലിൻ്റെ കോൺക്രീറ്റിൻ്റെ ഇടയിൽ ഒരു ഗ്രിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഈ സർഫസ് റഫ്നെസ് കാരണം ഉണ്ടാവും. അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലേ, ഒരു റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദറ്റ് മോഷൻ. അപ്പോൾ എന്ത് പറ്റും? കോൺക്രീറ്റും സ്റ്റീലും ഡിഫറെൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവിടെ കുറഞ്ഞു വരും ഡ്യൂ ടു ദിസ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. അപ്പോൾ സെക്കൻഡ് റീസൺ ആണ് എന്ത്? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ഡീഫോംഡ് ബാറുകളുടെ മുകളിൽ വരുന്ന സർഫസ് പ്രൊട്രൂഷൻസ് ഓർ വി ക്യാൻ സേ റിബ്സ് അല്ലെങ്കിൽ ആ ഒരു കോറുഗേഷൻസ് കാരണം അവിടെ എന്തുണ്ടാവും? ഒരു മെക്കാനിക്കൽ ഇൻ്റർലോക്ക് ഉണ്ടാവും അല്ലേ. ഈ നമുക്ക് ഫിഗറിൽ കാണാം, ഈ കോറുഗേഷൻസിൻ്റെ ഇടയിലോട്ട് കോൺക്രീറ്റ് കയറി ഫില്ലാവുമ്പോൾ അവിടെ ഒരു ഇൻ്റർലോക്കിംഗ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. So these are the three main mechanisms behind this bond. നെക്സ്റ്റ്, ബോണ്ട് സ്ട്രെസ് എന്താണ്? ഓക്കെ, നമുക്ക് ഈ ഒരു ഇൻ്റർഫേസിൽ കോൺക്രീറ്റ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ്റർഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രെസ്സാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് സ്ട്രെസ്. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ടോ BD. ടോ സഫിക്സ് BD. ഓക്കെ, ബോണ്ട് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ദ ഡെവലപ്മെൻറ്റ് ഓഫ് tangential or shear stress commands along the interface between the reinforcing bar and the surrounding concrete is called bond stress, or in other words we can say that it is a stress developed at the interface. Okay, ആ ഒരു ഇൻ്റർഫേസിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ബോണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത്. Then bond stress depends upon various factors like grade of concrete, type of reinforcement, type of force, and we'll be getting this value from code. ടോ BDയുടെ വാല്യൂ കോഡിലുണ്ട്. കോഡിൽ നിന്ന് ഒരു ടേബിളിലാണ് നമുക്ക് ടോ BDൻ്റെ വാല്യൂ കിട്ടുക. ആൻഡ് ദാറ്റ് വാല്യൂ വേരിയസ് അക്കോർഡിംഗ് ടു ദ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്. FCKൻ്റെ വാല്യൂ മാറുന്നതനുസരിച്ച്
എന്തിൻ്റെ വാല്യൂ മാറും? ടോ ബി ഡിയുടെ വാല്യൂ മാറും അല്ലേ? അപ്പോൾ നമുക്ക് ഷുവറായിട്ട് പറയാം ടോ ബി ഡി ലാർജ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യാം? ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് വി ക്യാൻ സേ ദ വാല്യൂ ഓഫ് ടോ ബി ഡി ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം ക്ലോസ് 26.2.1.1 ഓഫ് IS 456/2000. ഒന്നുകൂടെ ക്ലോസ് നോട്ട് ചെയ്യുക. ക്ലോസ് 26.2.1.1. ഓക്കെ, അവിടെ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനനുസരിച്ച് ടോ ബി ഡിക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ട്. ദെൻ ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് മൈൽഡ് സ്റ്റീൽ ആണെങ്കിൽ ടോ ബി ഡിക്ക് വലിയ വേരിയേഷൻ ഇല്ല, ആ ഒരു കോഡിൽ നിന്ന് കിട്ടുന്ന അതേ വാല്യൂ തന്നെയായിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് HYST ബാർ ആണെങ്കിൽ, അതായത് ഡിഫോംഡ് ബാറുകളാണെങ്കിൽ നമുക്ക് ആ ഡിഫോർമേഷൻസിനെ കൂടി അക്കൗണ്ട് ചെയ്തിട്ട് അവിടെ ഒരു 60% ബോണ്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ബോണ്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു അസംഷനാണ്. മനസ്സിലായോ? അതായത് ഡിഫോംഡ് ബാർ ആണെങ്കിൽ, ഡിഫോംഡ് ബാർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? FE 415 FE 500 ഗ്രേഡ് സ്റ്റീലുകളാണെങ്കിൽ, ദാറ്റ് ഈസ് ദ കേസ് ഓഫ് 2 ഗ്രേഡ് ഓഫ് സ്റ്റീൽ ഏതൊക്കെയാണ്? FE 415 FE 500 ആണെന്നുണ്ടെങ്കിൽ അവിടെ ബോണ്ട് സ്ട്രെസ് ഒരു 60% ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ എടുക്കും. ദാറ്റ് ഈസ് അങ്ങനെ ടോർ സ്റ്റീൽ അല്ലെങ്കിൽ HYST ബാർ ആണെങ്കിൽ അവിടെ എടുക്കേണ്ട ടോ ബി ഡി എന്ന് പറയുന്നത് എത്രയ്ക്കും 1.6 ടൈംസ് ദ ആക്ച്വൽ ടോ ബി ഡി. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻ ബാർ അതർ ഫാക്ടറാണ്. ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇൻ ബാർ എന്ന് പറയുമ്പം ടെൻഷൻ ഫോഴ്സ് ആവാം അല്ലെങ്കിൽ കംപ്രഷൻ ഫോഴ്സ് ആവാം. ടെൻഷൻ ഫോഴ്സിൽ ദർ ഇസ് നോ സച്ച് ഡിഫറൻസ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ ഫോഴ്സ് എന്താണ്? അവിടെ ഒരു 25% അഡീഷണൽ ബോണ്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അസംഷനുണ്ട്. സോ ഇൻ ദ കേസ് ഓഫ് കംപ്രഷൻ വി ഹാവ് ടു ടേക്ക് ദാറ്റ് വാല്യൂ ഓഫ് ടോ ബി ഡി എസ് 1.25 ടോ ബി ഡി. മനസ്സിലായോ? അപ്പോൾ ആ ഒരു ഡിഫറൻസ് വരുന്നത് കംപ്രഷൻ്റെ കേസിലും HYST ബാറിൻ്റെ കേസിലുമാണ്. അപ്പോൾ അത് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം. ഇതേ സാധനം ക്ലോസ് 26.2.1.1 ഇതേ കാര്യം തന്നെ അവിടെ സ്റ്റേറ്റ്മെൻറ്റ് ആ ഒരു ബോക്സിന് തൊട്ട് താഴെ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബോണ്ടുകൾ. നമ്മൾ പറഞ്ഞു ഓൾറെഡി ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. ദർ ആർ 2 ടൈപ്സ് ഓഫ് ബോണ്ട്. 2 ബോണ്ടുകളുണ്ട്. ഒന്ന് ഫ്ലെക്സുറൽ ബോണ്ട്, മറ്റൊന്ന് ആങ്കറേജ് ബോണ്ട് ഓർ ഡെവലപ്മെൻറ്റ് ബോണ്ട്. നമുക്ക് 2 ടൈപ്പിലുള്ള ബോണ്ടാണുള്ളത്. എന്തുകൊണ്ടാണ് ബോണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ലോഡ് വരുമ്പോൾ ഷിയർ ഫോഴ്സ് ഡിഫറെൻ്റ് ആണ് അല്ലേ? ബെൻഡിങ് മൊമെൻറ്റ് സെൻറ്ററിൽ മാക്സിമം, എന്നാൽ ഷിയർ ഫോഴ്സ് ആണെങ്കിൽ ടുവേർഡ്സ് എൻഡ് ആങ്കറേജ് തന്നെ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ബീമിലായിരിക്കും എന്ത് ഷിയർ ഫോഴ്സ് കൂടുതൽ. അപ്പോൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ആ പർട്ടിക്കുലർ ബോണ്ടിനെയാണ് ആങ്കറേജ് ബോണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. എന്നാൽ സെൻറ്ററിൽ മാക്സിമം ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ മാക്സിമം ഫ്ലെക്ചർ വരുന്നിടത്ത് ഡെവലപ്പ് ചെയ്യുന്ന ബോണ്ടാണ് എന്ത്? ഫ്ലെക്ചറൽ ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഫ്ലെക്ചറൽ ബോണ്ട് അറൈസസ് ഇൻ ഫ്ലെക്ചറൽ മെമ്പേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ഷിയർ ഓർ ദ വേരിയേഷൻ ഇൻ ബെൻഡിങ് മൊമെൻറ്റ് which in turn causes a variation in axial tension along the length of reinforcing bar. Then ആങ്കറേജ് ബോണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ബോണ്ടിലോട്ട് വരുമ്പോൾ അതെവിടെയാണ്? ബീമിൻ്റെ എൻഡിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലേ? ഇറ്റ് അറൈസസ് ഓവർ ദ ലെങ്ത് ഓഫ് ആങ്കറേജ് പ്രൊവൈഡഡ് ഫോർ എ ബാർ ഓർ നിയർ ദ എൻഡ് ഓഫ് റീഇൻഫോഴ്സിംഗ് ബാർ. റീഇൻഫോഴ്സിംഗ് ബാറിൻ്റെ എൻഡിൽ ഡെവലപ്പ് ചെയ്യുന്നതാണ് എന്ത്? ആങ്കറേജ് ബോണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു ആങ്കറേജ് ബോണ്ട് ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? റീഇൻഫോഴ്സിംഗ് ബാർ പുഷ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ പുള്ളിങ് ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ട് അല്ലേ? ദെൻ ഈ ഒരു ബോണ്ട് അങ്ങനെ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു മിനിമം ലെങ്ത് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ബോണ്ട് അല്ലെങ്കിൽ ആ സ്ട്രെസ് അതിൻ്റെ മാക്സിമത്തിലെത്താൻ വേണ്ടിയിട്ട് നമുക്കറിയാം സ്ട്രെസ്സിന് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ മാക്സിമം സ്ട്രെസ്സിലെത്താൻ വേണ്ടിയിട്ട് വി ഹാവ് ടു പ്രൊവൈഡ് എ മിനിമം ലെങ്ത് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ അറ്റ് ദ എൻഡിൽ വരുമ്പോൾ വേറൊരു അഡീഷണൽ ലെങ്ത് ആയിട്ട് നമ്മളതിന് പ്രൊവൈഡ് ചെയ്യും. ആ ഒരു ലെങ്ത്തിനെയാണ് എന്താ പറയുക? ഡെവലപ്മെൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് എക്സ്റ്റെൻഡഡ് ലെങ്ത് ഓഫ് ബാർ ഇൻസൈഡ് ദ ഫേസ് ഓഫ് സപ്പോർട്ടോട്ട് വരുമ്പോൾ ലെങ്ത് കൂട്ടിയിട്ട് കൊടുക്കും. ആ ഒരു മിനിമം ലെങ്ത് ഓഫ് എംബഡ്മെൻറ്റ് ഓഫ് സ്റ്റീൽ ബാർ ഇൻ ദാറ്റ് കോൺക്രീറ്റ് ബെഡ് so that a bond between steel and concrete can resist the bar not to come out. ബാർ പുറത്തോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ അവിടെ കൊടുക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ലെങ്ത് ഓഫ് ദാറ്റ് ബാർ ഇസ് കോൾഡ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. അതിൽ നമുക്ക് ഇൻ അതർ ടേംസ് വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ദാറ്റ് ലെങ്ത് റിക്വയർഡ് ടു ട്രാൻസ്ഫർ സ്ട്രെസ് ഡെവലപ്ഡ് ഇൻ സ്റ്റീൽ ടു കോൺക്രീറ്റ്. സ്റ്റീലിൽ ഡെവലപ്പ് ചെയ്യുന്ന ആ സ്ട്രെസ് കോൺക്രീറ്റിലേക്ക് എഫക്റ്റീവ്ലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ട മിനിമം റിക്വയർഡ് ലെങ്ത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡെവലപ്മെൻറ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ L(D). ഇനി ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഡെറിവേഷനാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കറിയാം നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും അവിടെ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുക? ബോണ്ട് സ്ട്രെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ബോണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ടെൻഷൻ ഫോഴ്സ് ഇസ് ഇക്വൽ ടു ബോണ്ട് ഫോഴ്സ്. Then we know that tension force is given by 0.87 F by AST.
Then bond force ആണെങ്കിലോ tau BD AS. Then substituting AS as pi phi LD എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ അപ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും, പെരിമീറ്റർ ഇൻറ്റു ലെങ്ത് അങ്ങനെ ആ ഒരു ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ LD is equal to 0.87 F/5 all divided by 4 tau BD എന്നുള്ള എക്സ്പ്രഷനിലോട്ട് നമ്മളെത്തും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ എക്സ്പ്രഷൻ. ദെൻ വാട്ട് ആർ ദ അതർ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ് ലെങ്ത്. ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്കിനി നോക്കാനുള്ളത്. ഒബ്വിയസ്ലി നമുക്കറിയാം ബാർ സൈസ് കൂടിയാൽ ഡെവലപ്മെൻറ്റ് ലെങ്ത് കൂടും. ദെൻ ബാറിൻ്റെ ലൊക്കേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് കോൺക്രീറ്റ്, ബാർ കോട്ടിംഗ്, ബാറിൽ ഇപ്പം എപ്പോക്സി കോട്ടിംഗ് ഒക്കെ വരികയാണെങ്കിൽ അതനുസരിച്ച് എന്തോ സ്ട്രെങ്ത് കുറയും അല്ലേ. ദെൻ കോൺക്രീറ്റ് കവർ, ബാർ സ്പേസിങ്, ട്രാൻസ്വേഴ്സ് റീഇൻഫോഴ്സ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യും, ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ അഫക്റ്റ് ചെയ്യും. ദെൻ കമ്മിങ് ടു ഡെറിവേഷൻ ഫോർ ഫ്ലെക്ചറൽ ബോണ്ട്. ഫ്ലെക്ചറൽ ബോണ്ടിൻ്റെ ഒരു നമ്മളിപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിനെ ഒരു ഡിറൈവ് ചെയ്തെടുത്തു അല്ലെ ഒരു എക്സ്പ്രഷൻ. അതുപോലെ തന്നെ ഫ്ലെക്ചറൽ ബോണ്ടിൻ്റെ ഒരു ഡെറിവേഷൻ ഉണ്ട്. ലുക്ക് ഇൻ ടു ദ ഫിഗർ വി ക്യാൻ സി എ സിംപ്ലി സപ്പോർട്ടഡ് ബീം സബ്ജക്റ്റ് ടു എ ലോഡ് പി. ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് പി ഈസ് ആക്ടിങ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ബീം. കൺസിഡർ എ സെക്ഷൻ ഓഫ് ലെങ്ത് ഡി എക്സ് ലെങ്ത് ഉള്ള ഒരു ചെറിയ എലമെൻറ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആൻഡ് അതിനെ എൻലാർജ് ചെയ്തിട്ട് വരച്ചിരിക്കുന്നതാണ് തൊട്ട് താഴത്തെ ഫിഗർ. ഓക്കെ, ആ ഡി എക്സ് ലെങ്ത് ഉള്ള എലമെൻറ്റിനെ എൻലാർജ് ചെയ്തിട്ട് ഞാൻ വരച്ചിരിക്കുന്നതാണ് ഫിഗർ, ആ തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫിഗർ. ആൻഡ് അവിടെ വരുന്ന കംപ്രഷൻ ഫോഴ്സും ടെൻസൈൽ ഫോഴ്സും സ്ട്രെസ്സൊക്കെയാണ് ആ ഒരു ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ദാറ്റ് മീൻസ് സെക്ഷൻ എയിൽ നമുക്ക് കാണുമ്പോൾ ഷിയർ ഫോഴ്സ് വിയും ബെൻഡിങ് മൊമെൻറ്റ് എമ്മും കംപ്രഷൻ ഫോഴ്സ് സി ആൻഡ് ടെൻസൈൽ ഫോഴ്സ് ടി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സെക്ഷൻ എയിൽ അങ്ങോട്ട് നോക്കുമ്പോൾ കാണാം. അതുപോലെ തന്നെ സെക്ഷൻ ബി കൺസിഡർ ചെയ്യുമ്പോൾ ഷിയർ ഫോഴ്സ് വി ആയിരിക്കും അല്ലേ. റൈറ്റിലോട്ട് ലെഫ്റ്റിലോട്ട് നോക്കിയാൽ നമുക്ക് ഒരേ ഷിയർ ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവാം. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് എം പ്ലസ് ഡി എം ആയിരിക്കും. ദെൻ കംപ്രഷൻ ഫോഴ്സ് ആ ഒരു ചെറിയ എലമെൻറ്റിൽ വന്ന വേരിയേഷൻ എന്താണ്, സി പ്ലസ് ഡി സി. ദെൻ ടെൻസൈൽ ഫോഴ്സ് ആണ് ടി പ്ലസ് ഡി ടി. ദെൻ നമുക്ക് സെക്ഷൻ എയിൽ മാത്രം മൊമെൻറ്റ് എടുക്കുകയാണെങ്കിൽ മൊമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്, ദാറ്റ് ഇസ് കംപ്രഷൻ ഇൻറ്റു ലിവർ ആം ഓർ ടെൻഷൻ ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ്. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. ആൻഡ് കൺസിഡറിങ് സെക്ഷൻ ബിയും കൺസിഡർ ചെയ്യുക. അവിടുത്തെ മൊമെൻറ്റ് എന്താണ്, എം പ്ലസ് ഡി എം. അപ്പോൾ അവിടെ നമ്മൾ ഫോഴ്സ് ഇൻറ്റു ലിവർ ആം ഡിസ്റ്റൻസ് എടുക്കുക, ദാറ്റ് ഈസ് സി പ്ലസ് ഡി സി ഇൻറ്റു ഇസഡ് ഓർ ടി പ്ലസ് ഡി ടി ഇൻറ്റു ഇസഡ്. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 2. നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയി. എയിൽ ഒരു മൊമെൻറ്റ് ഇക്വേഷൻ എടുത്തു, ബിയിലോട്ടും മൊമെൻറ്റിന് വേറൊരു ഇക്വേഷൻ എടുത്തു. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 in 2. ഇക്വേഷൻ 1 എം ഇസ് ഇക്വൽ ടു ടി ഇൻറ്റു സെഡ് എന്നുള്ളത് ഇക്വേഷൻ 2 കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പ്രഷൻ കിട്ടും. അതിൽ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ടി ഇസഡ് രണ്ട് സൈഡിലും ഉണ്ട്, കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ഒരു എക്സ്പ്രഷൻ കിട്ടും, ഡി ടി ഇസ് ഇക്വൽ ടു ഡി എം ഡിവൈഡഡ് ബൈ ഇസഡ്. ലെറ്റ് ദാറ്റ് ബി ഇക്വേഷൻ നമ്പർ 3. ഇനി നമ്മൾ ആ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിന് മാത്രം സെപ്പറേറ്റ് ഹൈലൈറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ് ഫിഗർ നമ്പർ 2 എന്ന് പറയുന്നത്. അവിടെ നമുക്ക് കാണാം ഫ്ലെക്ചറൽ ബോണ്ട് മ്യൂ എഫ് ആക്ട് ചെയ്യുന്നുണ്ട്. ടെൻസൈൽ ഫോഴ്സ് ടിയും അതർ സൈഡിൽ ടി പ്ലസ് ഡി ടിയും ആക്ട് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞ് എലമെൻറ്റിൻ്റെ ലെങ്ത്താണ് ഡി എക്സ്. നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിന് മാത്രമാണ് വരച്ചിരിക്കുന്നത്. ദെൻ ഇവിടെ പെരിമീറ്റർ F0 ആണെന്ന് കൺസിഡർ ചെയ്യുന്നു. ദെൻ ഡി ടി എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച് ഇൻ ടെൻസൈൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഫ്ലെക്ചറൽ ബോണ്ട് ഇൻറ്റു പെരിമീറ്റർ ഇൻറ്റു ദാറ്റ് പെർട്ടിക്കുലർ ലെങ്ത്. അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ എക്സ്പ്രഷൻ എഴുതുക, ഫ്ലെക്ചറൽ ബോണ്ട് സ്ട്രെസ്സിന് മാത്രം ഒരു സൈഡിലോട്ട് ആക്കുക. Then substituting equation 3 in this expression, then we will get dm by z all divided by perimeter into dx എന്നുള്ള എക്സ്പ്രഷനിലോട്ട് വരും. ഡി എം ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം, അതായത് വേരിയേഷനോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ബെൻഡിങ് മൊമെൻ്റ് ആണ് എന്ത്, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഡി എം ബൈ ഡി എക്സ് ഇസ് ഇക്വൽ ടു വി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ ആ ഒരു ഇക്വേഷനിൽ ഫൈനൽ എക്സ്പ്രഷനിലോട്ട് നമ്മളെത്തും, മ്യൂ എഫ് ഇസ് ഇക്വൽ ടു വി ബൈ ഇസഡ് F0. ദെൻ ഹുക്സ് ആൻഡ് ബെൻസ്. നമുക്ക് ഡെവലപ്മെൻറ്റ് ലെങ്ത് ഇൻ ദ കേസ് ഓഫ് HYSD ബാർ ആണെങ്കിൽ ഒരു ഡിഫോംഡ് ബാർ വി ക്യാൻ പ്രൊവൈഡ് ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് അലോങ് സ്ട്രേറ്റ് ലൈൻ. ആ ഒരു സ്ട്രേറ്റ് ബീം റെയിൻഫോഴ്സ്മെൻറ്റ് ബാർ കണ്ടിന്യൂ ചെയ്യുന്ന അതേ ലെങ്ത്തിൽ തന്നെ അതേ ഇതിൽ തന്നെ നമുക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും, ഡെവലപ്മെൻറ്റ് ലെങ്ത് പ്രൊവൈഡ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് പ്ലെയിൻ ബാസ് എന്ത് ചെയ്യുക, ഈ ഒരു സ്പേസ് നമുക്ക് മതിയാവില്ല. അപ്പോൾ നമ്മൾ ആ ലിമിറ്റഡ് സ്പേസ് അങ്ങനെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഹുക്സ് അല്ലെങ്കിൽ ബെൻഡുകളായിട്ട് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വെൻ ദ റിക്വയർഡ് സ്ട്രേറ്റ് LD cannot be provided due to the limited space of the beam, we have to provide it as a standard hook or bend ആയിട്ട് അതിനെ പ്രൊവൈഡ് ചെയ്യും. അതായത് ഫോർ എവറി 45 degree ബെൻഡ് നമ്മളൊരു ആങ്കറേജ് എന്ന് പറഞ്ഞാൽ 4 times the diameter എന്ന്
ഉള്ള രീതിയിലാണ് അത് ഇൻക്രീസ് ചെയ്ത് വരിക. ആൻഡ് സബ്ജക്ട് ടു എ മാക്സിമം ഓഫ് 16 ടൈംസ് ദ ഡയമീറ്റർ. 16 ടൈംസ് ദ ഡയമീറ്റർ ആയിട്ട് മാക്സിമം ഏത് വരിക, ഹുക്ക് ആ ഒരു ലെങ്ത് വരിക. അപ്പോൾ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ 4 കേസുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 45 ഡിഗ്രി, 90 ഡിഗ്രി, 135 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി. ഓക്കെ, 45 ഡിഗ്രിയിൽ LD എത്രയാണ്? 4 ടൈംസ് ദ ബാർ ഡയമീറ്റർ. 90 ഡിഗ്രി ആണെങ്കിൽ 8.5, 135 ഡിഗ്രി ആണെങ്കിൽ 10.5 ആൻഡ് ഫോർ 180 ഡിഗ്രി ഇറ്റ് ഈസ് 16.5. ദെൻ ബോണ്ട് ഫെയിലിയർ മെക്കാനിസം. എങ്ങനെയാണ് ബോണ്ട് ഫെയിലിയർ സംഭവിക്കുകയെന്ന്. ഒന്നാമത്തെ റീസൺ തന്നെ ആ ഒരു അഡ്ഹഷൻ ഫോഴ്സ് അവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു ബോണ്ട് ഫെയിലിയറിന് കാരണം. ആൻഡ് അങ്ങനെ ഉണ്ടാകുമ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സ്റ്റീൽ ബാർ ലൂസണായി പോകും. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്പ്ലിറ്റിംഗ് ഓഫ് കോൺക്രീറ്റ് അറൗണ്ട് ദാറ്റ് ബാർ. അണ്ടർസ്റ്റുഡ് ആണ്. ദെൻ തേർഡ് വൺ ക്രഷിംഗ് ഓഫ് കോൺക്രീറ്റ് ബിറ്റ്വീൻ റിബ്സ് ആൻഡ് ഷെയറിംഗ് ഓഫ് കോൺക്രീറ്റ് അറൗണ്ട് റിബ്സ്. അപ്പോൾ ഇത് രണ്ടും തേർഡ് ആൻഡ് ഫോർത്ത് റീസൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ റിബ്സ് ഓഫ് ഡീഫോംഡ് ബാർ. ഞാൻ ഓൾറെഡി പറഞ്ഞു ഡീഫോംഡ് ബാറിൻ്റെ മുകളിലായിട്ട് എന്തുണ്ടാവും, കോർഗേഷൻസ് അല്ലെങ്കിൽ റിബ്സ് ഉണ്ടാവും. ആ റിബ്സിൻ്റെ ഇൻ ബിറ്റ്വീനായിട്ട് കോൺക്രീറ്റ് ലോക്ക് ചെയ്യും, ഒരു മെക്കാനിക്കൽ ലോക്കിംഗ് എഫക്റ്റ് അവിടെ പ്രൊവൈഡ് ചെയ്യും. ബട്ട് അവിടെയുള്ള കോൺക്രീറ്റിൻ്റെ സ്ട്രെസ് കാരണം മീൻസ് സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണം അവിടെ ഒരു ക്രഷിങ് നടക്കും. അതുപോലെ തന്നെ അവിടെ വെച്ച് ഷിയറിംഗ് ഇഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ബോണ്ട് ഫെയിലിയർ ആവാനുള്ള 2 കാരണങ്ങൾ. ദെൻ കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻസ്, നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആണുള്ളത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ, കാൽക്കുലേറ്റ് ദ ഡെവലപ്മെൻറ്റ് ലെങ്ത് റിക്വയർഡ് ഫോർ 16 mm diameter HYST bar and M30 concrete for the bars in compression and tension. ഓക്കെ, ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്? ബാറിന് ഡയമീറ്റർ വന്നിട്ടുണ്ട് 16 mm. ദെൻ HYST ബാർ എന്ന് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് FY is equal to 415 Newton/mm². ദെൻ ഇറ്റ്സ് ഗിവൺ M30 ഗ്രേഡ് കോൺക്രീറ്റ് ആണ്. ദാറ്റ് മീൻസ് FCK എന്ന് പറയുന്നത് എത്രയാണ്? 30 Newton/mm². ഇൻ അഡീഷൻ എന്താണ് കൂടി പറഞ്ഞിട്ടുള്ളത്? കംപ്രഷനിലും ടെൻഷനിലും എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഡെവലപ്മെൻറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഡെവലപ്മെൻറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ടെൻഷനിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. HYST ബാർ ആയതുകൊണ്ട് എന്ത് കൺസിഡർ ചെയ്യണം? ഒരു അഡീഷണൽ 60% കൺസിഡർ ചെയ്യണം. ദാറ്റ് മീൻസ് ആക്ച്വൽ ടോബിഡി M30ൻ്റെ ടോബിഡി വാല്യൂ എത്രയാണ്? 1.5 Newton/mm² ആണ് ഫ്രം ദാറ്റ് ടേബിൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ 1.6 ടൈംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തുകൊണ്ടാണ്? HYST ബാർ ആയതുകൊണ്ട് നമുക്ക് 1.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് LDൻ്റെ വാല്യൂ എത്ര കിട്ടും? 601.75 mm എന്നുള്ള വാല്യൂ കിട്ടും. ഇത് ടെൻഷൻ്റെ കേസ്. ഇനി കംപ്രഷനിലോട്ട് വരുമ്പം അഗെയിൻ നമുക്ക് M30ക്ക് ടോബിഡിയുടെ വാല്യൂ 1.5 ആണെന്നറിയാം. എവിടെ നിന്ന് കിട്ടിയേ? ക്ലോസ് 26.2.1.1. അപ്പം ടോബിഡി 1.5 ആണ്. ബട്ട് ഇവിടെ എന്താണ്? HYST ബാറും ആണ്, കംപ്രഷൻ കേസുമാണ്. അപ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ആ ഒരു എഫക്റ്റ് കൂടി കൺസിഡർ ചെയ്യണം. ആക്ച്വൽ വാല്യൂ 1.5 ആയിരിക്കും, പ്ലസ് ഒരു 60% കൂടി കൺസിഡർ ചെയ്യണം. എന്തുകൊണ്ടാണ്? HYST ബാർ ആയതുകൊണ്ട്. FE 450 എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ 60% കൂടി കൂട്ടി ദെൻ 25% കൂടി കൂട്ടണം. എന്തിനാ? കംപ്രഷൻ ആയതുകൊണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ടോബിഡിയുടെ ഫൈനൽ വാല്യൂ 2.77 Newton/mm² എന്ന് വരും. ഇനി ഈ വാല്യൂ എവിടെ കൊണ്ടിടണം? LDയുടെ എക്സ്പ്രഷനിൽ കൊണ്ടിട്ട് കൊടുത്താൽ LD is equal to 520.432 mm എന്നുള്ള വാല്യൂ കിട്ടും. സോ ദിസ് വാസ് ദ സൊല്യൂഷൻ ഓഫ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, ടെൻഷനും കംപ്രഷനിലും ഉള്ള ഡെവലപ്മെൻറ്റ് ലെങ്ത് കണ്ടുപിടിക്കുക, പ്രൊവൈഡഡ് HYST ബാറാണ് യൂസ് ചെയ്യുന്നത്. Then second question, calculate the development length for the beam section 200 by 500 mm and the strength of steel in FE 250 plain bars. The grade of concrete is M20. Provide 16 mm diameter bars as longitudinal bars and 6 mm diameter bars as stirrups. Okay, given in the question എന്തൊക്കെയാണ് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് എഴുതാം. ഗ്രേഡ് എത്രയാണ്? പ്ലെയിൻ ബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം 250 Newton/mm² ആണ്. ഈൽഡ് സ്ട്രെങ്ത് ദെൻ FCK 20 ആണ്. അത് ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, വേറെ കണ്ടീഷൻസ് ഒന്നും പറയുന്നില്ല. പ്ലെയിൻ ബാറും ആണ്, ടെൻഷൻ ബാർ ആയതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ ടോബിഡിൻ്റെ വാല്യൂ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോബിഡി എത്രയാണ്? 1.2 ആണ് അല്ലേ. M20ക്ക് 1.2 ആണ് ടോബിഡിയുടെ വാല്യൂ. റെഫർ ക്ലോസ് 26.2.1.1. And so on substituting the values, we will get the value of LD as 725 mm. And then coming to the third question, calculate the development length for a beam 300 mm by 500 mm and strength of steel in FE 415 deformed bars and grade of concrete is M20. Provide 16 mm bar set as longitudinal bars. ഇവിടെ HYST ബാർ ആണ്. സോ FY എന്ന് പറയുന്നത് എത്രയാണ്? 415 Newton/mm², FCK 20 Newton/mm².
HYST ബാർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ടോ ബി ഡിയിൽ ഒരു 60% ഇൻക്രീസ് കൂടി വരും. അപ്പോൾ എത്രയാവും, 1.6 × 1.2 ചെയ്യുക. അപ്പോൾ ടോ ബി ഡിയുടെ വാല്യൂ എത്രയാവും,